ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് നമുക്ക് മുന്നിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരുന്നത് മറ്റാരുമല്ല, മൈ ഡിയേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുന്ന, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പരിമിതിയിൽ നിന്നുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഒരുപാട് പരിമിതിയിൽ നിന്നുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇത് എന്റെ ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ, എന്റെ ലൈഫിന് ഈ ബിസിനസ് അനിവാര്യമാണ്, അത് എത്ര ലിമിറ്റേഷൻസ് ആണെങ്കിലും ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന് സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റെടുത്ത് ഈ ബിസിനസ്സിനെ ഒരു കരക്ക് എത്തിച്ച് ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി ടു സീ? ഹലോ, നിങ്ങൾ റെഡിയാണോ? കാണാൻ റെഡിയാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ന്യൂ മില്ലണർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഹംസ സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് വെൽക്കം ഹംസ സർ. എല്ലാവരും നല്ലൊരു ഹാർട്ട് സിമ്പൽ ഇദ്ദേഹത്തിന് കൊടുക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ജേർണിയിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുന്ന, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, സ്ട്രൈക്ക് ആവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ നമ്മൾ എല്ലാവരും നല്ലൊരു ഹാർട്ട് സിമ്പൽ കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്, ഈ ഒരു ഗ്രേറ്റ് പേഴ്സൺ അല്ലെ, ഈ ഒരു ബിസിനസ്സിൽ വന്ന് ലൈഫ് വളരെ നല്ല രീതിയിൽ മാറ്റിമറിച്ച, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൂടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സൺ, നല്ല രീതിയിൽ നിങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ഹാർട്ട് സിമ്പൽ കൊടുക്കുക, വരവേൽക്കുക. ഓക്കെ ഹംസ സർ. Thank you, ma'am. Thank you so much for your wonderful introduction for me. Thank you so much. Yes. Good morning, sir. Good morning. Good morning to all. Wonderful good morning. Sir, Hamsa sir ne just ഒന്ന് പരിചയപ്പെടുത്തോ, എവിടെയാണ് സ്ഥലം? Thank you. Good morning to all. Wonderful good morning. പോലെ മനോഹരവും അതിലേറെ സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആദ്യമായിട്ട് പ്രസന്നമായിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രസന്നമായിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോ RK മോർണിംഗ് മീറ്റിങ്ങിനെയും പ്രസന്നമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ വളരെ മനോഹരമായിട്ട് സഫ്ര മാം പരിചയപ്പെടുത്തി. പേര് ഹംസ PT, പാലക്കാട് ജില്ലയിലെ കാരക്കാടാണ് സ്വദേശം. സൗദി അറേബ്യയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് കമ്പനിയുടെ സ്റ്റാർ 500,000 ഒക്കെ റാങ്ക് അച്ചീവ് ചെയ്ത് ഇന്ന് കമ്പനിയുടെ പേൽ എക്സിക്യൂട്ടീവ് റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മില്ലണർ ക്ലബ്ബ് മെമ്പർ ആയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തന്നിട്ടുള്ള എൻ്റെ ഓരോ അപ്ലൈ ലീഡേഴ്സും, എക്സ്പെഷ്യലി ഫൈസ സാർ, ആസാദ് സാർ, അതേപോലെ റൌഫ് സാർ, ഇർഷാദ് അലി സാർ, പിന്നെ നമ്മുടെ എബ്രാഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നൗഫൽ സാർ, സഫേർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മുനീർ സാർ, ആൻഡ് പർപ്പിൾ ഡയമണ്ട് ആയിട്ടുള്ള ബവാസ് കോയ സാർ, ബ്ലാക്ക് ഡയമണ്ട് ആയിട്ടുള്ള RK രാജേഷ് കുമാർ സാർ, ഇവരെല്ലാം അവരുടേതായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഇത്രമാത്രം യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഓരോ ടീം അംഗങ്ങളും, കട്ടക്ക് നിന്നിട്ടുള്ള ഓരോ ടീം അംഗങ്ങളും, അവർക്കും ഞാൻ എൻ്റെ നന്ദി ഈ ഒരു സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. സർ പറഞ്ഞു ഗൾഫിൽ നിന്നായിരുന്നു തുടക്കം അല്ലെ? എങ്ങനെയാണ് ഈ ഒരു ജേർണി, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനും ബൈ ചാൻസ് ആണ് ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കേട്ടറിഞ്ഞി അന്വേഷിച്ച് അതിൽ എക്സാം എഴുതി പാസ്, ഇങ്ങനെയൊന്നല്ല നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് അല്ലെ? ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു ഹംസ സാറുടെ ലൈഫിൽ ഈ ഒരു ബിസിനസ് കിട്ടാനുണ്ടായ ആ ഒരു പോയിന്റ് എങ്ങനെയാണ്? ശരിയാണ്. ഞാൻ സൗദിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സക്കാഫി സാർ ആണ്, മുസ്തഫ സക്കാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ജിദ്ദയിൽ നിന്ന് അദ്ദേഹം കുവൈത്തിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ഫോണിൽ കൂടെ എല്ലാ സംഭാഷണവും കാര്യങ്ങളും മാത്രമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇസ്ലാമികപരമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഇടയ്ക്ക് വയലിന്റെ ഒക്കെ ഇത് വിട്ടുതരും, ലിങ്ക് വിട്ടുതരും. അതേപോലെ തന്നെ പ്രസംഗം ഉള്ള ലിങ്കുകളൊക്കെ വിട്ടുതരും. ഒരു ദിവസം എനിക്കൊരു ലിങ്ക് വിട്ടുതന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിലൊന്ന് കയറി കാണ്ടി ഇതൊന്ന് A to Z വരെ കേൾക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ നോക്കിയപ്പോൾ എനിക്കതിൽ കയറാൻ കഴിയുന്നില്ല. കാരണം സൂമിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് സൂം പറഞ്ഞ ആ ഒരു ആപ്പ് കാണുന്നത്. പിന്നെ അപ്പൊ ഞാനത് മടിച്ചങ്ങാണ്ട് അതിൽ കയറിയില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ കാരണത്താല്. വീണ്ടും പിറ്റേ ദിവസം അദ്ദേഹം വിളിച്ചു, കയറിയോ കേട്ടോ എന്ന് ചോദിച്ചു. ഇല്ല കേട്ടിട്ടില്ല, സൂമിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിർബന്ധമായിട്ട് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കേട്ടോക്കിയപ്പോൾ എനിക്ക് സൂമിന് ഇൻസ്റ്റാൾ ചെയ്ത് കയറി കേട്ടു. പക്ഷെ എനിക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഒന്നാമത് എനിക്കത് മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഒരു കാര്യം കേൾക്കുന്നത്. രണ്ടാമത് അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഒരു തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് എന്നുള്ളത് ചെറുതായിട്ടൊരു ഇത് കിട്ടിയപ്പോൾ ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. പിന്നെ തന്നെയല്ല, എന്നെ ഏൽപ്പിച്ച് ഇത് അയച്ചു തരുന്ന ആള്
ഒരു സക്കാഫിയാണ്, കാമിലാണ്, 2 ബിരുദം ഉള്ള ആളാണ്. പക്ഷെ അയാൾ ഇങ്ങനെ അയച്ചു തരുമ്പോൾ അതിലും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കൂട്ടാക്കില്ല. പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മുടെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു. അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ 2 പോയിന്റ്സുകൾ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇത് സൗദി അറേബ്യയാണ്, എന്നും ഗൾഫ് മേഖല ഉണ്ടായിരിക്കണം എന്നില്ല, ഇതൊരു പൊടിവള്ളിയാണ്, കയറി നിന്നെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, കാശ് ഇറക്കിങ്ങാണ്ട് കാശ് ഉണ്ടാക്കി. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും നിങ്ങളുമായിട്ട് കുറച്ച് കാശ് എടുത്തുങ്ങാണ്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം, അതിന് ഞാൻ ഓക്കെയാണ്, ഇതിലേക്ക് ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റാണ്, കാശ് ഇറക്കിങ്ങാണ്ട് കാശ് ഉണ്ടാക്കൽ വലിയ ബുദ്ധിയൊന്നുമില്ല, കാശ് അറക്കാതെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഇതിന് പറ്റിയിട്ടുള്ളത് പറഞ്ഞു. സംഗതി ഞാൻ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയ ആളാണ്, കാശ് കുറെ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും വിജയിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വരുന്നത്. കാരണം ഞാൻ പിന്നെ ഗൾഫിൽ പോകുന്നതിന്റെ മുന്നേ പല സംരംഭങ്ങളും ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്ലിക്ക് ആകാത്തതുകൊണ്ടും കുറെ കാശ് ഇവിടെ ചെലവായതുകൊണ്ടിട്ടും ഇത് ക്യാഷ് ഒന്നും മുടക്കാതെ ഒന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറി നിന്നു. അതാണ് തുടക്കത്തിലുണ്ടായത്. അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. അടിപൊളി. യെസ്, ക്യാഷ് ഇട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. ക്യാഷ് മുടക്കി ഒരുപാട് ക്യാഷ് പോവുക എന്ന് പറയുന്നത് ഒരു പുതിയ അറിവൊന്നുമല്ല. പക്ഷെ എങ്ങനെ ക്യാഷ് മുടക്കാതെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഹംസ സാറിന് അവർ പറഞ്ഞു കൊടുത്തത് സ്ട്രൈക്ക് ആയതും. ആ ഒരു മേഖലയാണ് ഇൻഡസ് വിവ എന്ന് പറഞ്ഞിട്ടാണ് ആ ആള് പരിചയപ്പെടുത്തിയത്. ഒരു രക്ഷയില്ല, അത് വളരെ നല്ല രീതിയിൽ എനിക്കും സ്ട്രൈക്ക് ആയ ഒരു പോയിന്റ് ആണ്. യെസ്, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഹംസ സാറെ ചോദിക്കാനുള്ളത്, എന്തായിരുന്നു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ, ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എഡ്യൂക്കേഷൻ ആണ് എന്നെ ഏറ്റവും വലിയ പ്രയാസപ്പെടുത്തി. രണ്ടാമത് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യത്തിൽ ഞാൻ ഇതിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ 1-2 ഗ്രൂപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വരുന്ന ആളുകളുടെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളുടെ സംസാരം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് എന്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യമായി. അങ്ങനെ വന്നു. അപ്പൊ ഞാൻ എന്നെ കൊണ്ടുവന്ന സ്പോൺസർ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ വിദ്യാഭ്യാസം അറിഞ്ഞില്ല, പിന്നെ എന്തിനാ എന്നെ ഇതിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ചോദിച്ചു അദ്ദേഹത്തോട്. കാരണം എന്റെ ഇത്ര വലിയൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അത് പിന്നെ ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെ വോയിസ് കേൾക്കുമ്പോഴും അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വോയിസ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്നോട് സത്യത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വോയിസുകളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഹംസാന്റെ പോലെ തന്നെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ തന്നെ കൂടുതൽ അതിലുള്ളത്. പക്ഷെ അവരൊക്കെ ഇതിൽ വന്നതിന്റെ ശേഷം അവരുടെ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയതാണ്. അവർ സംസാരിക്കുന്നത് പച്ച മലയാളം തന്നെയാണ്, അതിന്റെ ഇടയിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൂട്ടുന്നുള്ളൂ. അതുപോലെ നീയും ചെയ്താൽ മതി. എന്നോട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ, അതല്ല ഒരു തമാശക്ക് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, 2 സോ കൂട്ടിയിട്ട് മലയാളത്തിന്റെ അവസാനത്തിലും ഇടയിലൊക്കെ 2 സോ കൂട്ടിയിട്ട് ഇത് സംസാരിച്ചു നോക്ക്, അപ്പൊ ഇതുപോലെ ആകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഒരു സ്പോൺസർ അല്ലേ, ആദ്യം തന്നെ ഞാനത് അച്ചടക്കത്തോടുകൂടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. 2 സോ കൂട്ടിയിട്ട് ഒരു മലയാള വോയിസ് ഞാൻ വിട്ടു. അതെല്ലാവരും ഏറ്റെടുത്തു. അതിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി. അതാണ് തുടക്കം ഉണ്ടായത്. പിന്നെ പിന്നെ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയണേ, എന്നിരുന്നാലും അതൊക്കെ തുടക്കം കുറിച്ചെങ്കിലും കൂടിയിട്ട് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നാട്ടിലൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അടിപൊളി ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്നെ ഒന്ന് ഡൗൺ ആക്കി. അവൻ പറഞ്ഞു, നാട്ടിൽ പലജാതി തട്ടിപ്പ് കേസുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഓരോന്നിൽ പോയിട്ട് കുടുങ്ങാൻ നിൽക്കണ്ടായിരുന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഡൗൺ ആയി. അതിലിങ്ങനെ ഞാനിതിന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതായത് തീരുമാനങ്ങളായി. പിന്നെ പ്രൊഡക്റ്റുകൾ ഏതായാലും കിട്ടുമ്പോൾ അത് വീട്ടിൽ യൂസ് ചെയ്യാം, ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമൊന്നുമില്ല. ഒന്നിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെയാണ്. അപ്പോഴാണ് എൻ്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ഫൈസൽ സാർ എന്നെ വിളിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയില് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതിലൊക്കെ റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാം. ചിലത് നമുക്ക് ചമ്മലുണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. പക്ഷെ എന്നാലും ഓരോ എക്സ്പീരിയൻസുകളും വളരെ എന്താ പറയാ, റിയാലിറ്റി ആയിരിക്കും, നടന്ന സംഭവങ്ങളായിരിക്കും. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫൈസൽ സാർ എന്നെ വിളിക്കുന്നു ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം. അപ്ലൈൻ ലീഡർ ഫൈസൽ സാർ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ തീരുമാനങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഏതായാലും ഇൻഡസ്ട്രിയിൽ ഇത് എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിളിച്ച് ഏകദേശം 47 മിനിറ്റോളം അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് കഴിയാത്തത് ചോദിച്ചു. ഇതിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, എന്റെ വിദ്യാഭ്യാസം വെച്ച് കണ്ട് ഇത് മുന്നോട്ട് പോകില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എത്രയാണ് വിദ്യാഭ്യാസം ചോദിച്ചു. എന്റെ 7ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് പറഞ്ഞു. അത് ധാരാളം മതി, അതായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറഞ്ഞു. അപ്പോഴും ഞാനൊന്ന് ക്ലാരിറ്റി വരുത്തി. കാരണം ഈ ബിസിനസ് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അല്ലാതെ എന്തിനെങ്കിലും രീതിയിൽ ചെയ്താൽ പോലെ. അപ്പൊ ഒന്നും കൂടി അദ്ദേഹത്തിനോട് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പറഞ്ഞു, 7ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു 7ാം ക്ലാസ് അല്ല.
ഞാൻ ഒരു മാപ്പിള UP സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ 5 ദിവസമാണ് ആ സ്കൂൾ ഉണ്ടാകുക. അതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 ദിവസമേ പോയിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മതി, അത് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം പോയിട്ടുണ്ടാവില്ല, 1.5 ദിവസം ഇരുന്നിട്ടുണ്ടാവുള്ളൂ. അതിലും വെട്ടിച്ചിരിക്കും. അതായത് ഈ 1.5 ദിവസമൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കി, അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഡയലോഗ്, പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ, എനിക്കന്ന് ക്ലാസ് ഇതൊന്നും അറിയില്ല, നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു LKG കുട്ടിയായിരിക്കും ഞാനെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ കൂടെയാണ് തുടക്കം കുറിച്ചത്. അതായത് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തു. പ്രോഗ്രാമുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ്, എനിക്കവിടെ മില്ലാണ്. അപ്പോൾ ഇവരുടെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ സത്യത്തിൽ നല്ല ക്ലാസ്സുകളാണ്. അപ്പൊ എനിക്ക് അവിടെ ഇതിൽ ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെതായിരിക്കുന്ന ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് കരുതിക്കാണ്ട് എല്ലാ പ്രോഗ്രാമുകളും മോർണിംഗ് മീറ്റിങ്ങുകളും ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ള, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള കാര്യം ഒരു വിധം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. യെസ്, അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പോ വിദ്യാഭ്യാസം ഈ ഒരു ബിസിനസ്സിന് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് ഹംസ സർ ഇത് പ്രൂവൻ ചെയ്തു. കാരണം 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 ദിവസം പോണ 7ാം ക്ലാസ്സുകാരൻ ഒരു രക്ഷയില്ല. കൂട്ടിക്കാരനാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു തുടങ്ങുന്നത്, ഒരു രക്ഷയില്ല. ഓക്കെ, വേറെ ലെവൽ അല്ലേ. അങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഞാൻ ഇരിക്കുന്നുണ്ടാവും സാറേ നിങ്ങളെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ആളിതാ ഫ്രണ്ട് ബെഞ്ചിലേക്ക് വരാനുണ്ടായ ഒരു റീസൺ, അത് ഈ സിസ്റ്റം മുറിയാതെ അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരൊറ്റ റീസൺ. ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഇവിടെ വളരെ നല്ല അഗ്രഗണ്യനായിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് ഹംസ സാറിന്റെ എക്സ്പീരിയൻസോട് കൂടി പറഞ്ഞു കഴിഞ്ഞു. ഒരു രക്ഷയില്ല ഹംസ സർ, സൂപ്പർ. യെസ്, അതേപോലെ ഇതിനു മുന്നേ ഇൻഡസ്ട്രിക്ക് മുന്നേ ചെയ്തിരുന്ന ഒരു മേഖല എന്തായിരുന്നു എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഇൻഡസ്ട്രിക്ക് മുന്നേ ചെയ്തിരുന്നത്? ഇൻഡസ്ട്രിന് മുന്നേ ചെയ്തിരുന്ന മേഖല എന്തായിരുന്നു വെച്ചാൽ, ചെയ്യാത്ത മേഖല എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-11 വയസ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറിയ ജോലികൾക്ക് അത് കാരണമായിട്ടാണ് സ്കൂളിൽ നിന്ന് ശരിക്കും പോകാൻ കഴിയാഞ്ഞത്. ഉച്ചവരെ നമ്മൾ സ്കൂൾക്ക് പോയതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വേറെ വർക്കിന് പോകുകയാണെന്നാണ് സ്കൂള് പഠനം ശരിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. അപ്പൊ ഒരു 11 വയസ്സ് 12 വയസ്സിലൊക്കെ തന്നെ കടല കച്ചവടം, ഇങ്ങനെ ബിസിനസ് കച്ചവടങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലുത്തിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കാൻ അന്ന് തന്നെ ചെറുതായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും. പിന്നെ സാമ്പത്തികമായിട്ട് വീട്ടുകാർക്ക് അത്ര വലിയൊരു സാമ്പത്തികം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 17 വയസ്സിലാണ് ഗൾഫിലേക്ക് പോകുന്നത്. അതുവരെ പിന്നെ ഇവിടെ പഠനം കാര്യങ്ങൾ ദർസിൽ ഞാൻ പഠിച്ചിരുന്നു കേട്ടോ. ദർസിൽ പിന്നെ സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുറച്ച് വർഷം, ഒരു 12ാമത്തെ വയസ്സ് മുതൽ ഒരു 3-4 വർഷം ദർസിലിരുന്ന് പഠിച്ചിരുന്നതും. അവിടുന്ന് 17 വയസ്സിലാണ് ഗൾഫിലേക്ക് പോകുന്നത്. സത്യത്തിൽ 17 വയസ്സിലൊന്നും സൗദി അറേബ്യയിലേക്ക് പോകാൻ പറ്റില്ല, ചില ഒരു ഇത് കാട്ടിക്കണ്ടാണ് പോയത്. അവിടെ ചെന്നും കണ്ടാണ് പിന്നെ ഒരുപാട് പിന്നെ ബിസിനസ്സുകൾ ഞാൻ ചെയ്തത്. ബിസിനസ് പറഞ്ഞാൽ ഹൈ ലെവൽ ബിസിനസ് ഒന്നല്ല. ഒരു 4.5 വർഷം ഞാനൊരു യമന്റെ കടയിലായിരുന്നു നിന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടയിൽ ഒരാളുടെ ജോലിക്ക് നിന്നുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ബോധ്യമായി. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 24 വർഷം പല ഷോപ്പുകളും ഞാൻ തുറന്നിട്ടുണ്ട്. പച്ചക്കറി കട, പലചരക്ക് കട, പിന്നെ സ്പോർട്സിന്റെ കട, വാച്ച് കട, പിന്നെ ബൂഫിയ, ഇങ്ങനെ എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെ തുറന്നു. ചിലതൊക്കെ 1 വർഷം, ചിലത് 6 മാസം, ചിലത് 3 മാസം, ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് കുറെ കാലം നിന്നിരുന്നത് പിന്നെ മില്ലായിരുന്നു. 18 വർഷത്തോളം എനിക്ക് അവിടെ സ്വന്തമായിട്ടൊരു മില്ലുണ്ടായിരുന്നു. ആ മില്ലായിരുന്നു പിന്നെ കുറച്ച് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് എത്തിയത്. അതിനുശേഷം അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഗൾഫിൽ ഒരു 8-9 വർഷം ആയപ്പോഴത്തേക്കും അടുത്തിരുന്നു. പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഫാമിലിന്റെ കൂടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ പല സംരംഭങ്ങളും തുടങ്ങി. അതിൽ പിന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മില്ല് തുടങ്ങി. ആ മില്ല് സ്ഥലം വാങ്ങിയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലൊന്നും ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. മില്ല് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ള ഒരു ധൈര്യം ഉണ്ടാകും. മില്ല് ഇപ്പോഴും ഉണ്ട്, ജീവൻ ഉണ്ടോ ചോദിച്ചാൽ ജീവൻ ഉണ്ട്, ഞാൻ മരിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ മരിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് ഞാനും എൻ്റെ ആഫ്രിക്കയിലുള്ള ഒരു സുഹൃത്തുമായിട്ട് വേറെ എന്തെങ്കിലും ഒരു സംരംഭത്തിനെ കുറിച്ച് ആലോചിക്കുന്നതും അത് ചെയ്യുന്നതും. അങ്ങനെ ഞങ്ങളൊരു മിഷനറി ഉണ്ടാക്കുന്ന, അതായത് ഈ JCB, GAT ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒരു കമ്പനി, എന്താ ആളുകൾക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നോക്കി. അതിന്റെ തുടക്ക നിലക്കാണ് JCB വാങ്ങുന്നത്. JCB വാങ്ങി കുഴപ്പമില്ലാതെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. നമുക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അടുത്തൊരു ബ്രേക്കർ വാങ്ങുന്നത്, അതായത് കല്ല് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു മെഷീനറി. ഇതിനൊക്കെ ലക്ഷങ്ങൾ വിലയുണ്ട്, 48 ലക്ഷം രൂപയൊക്കെ വില ഉണ്ട് ഓരോന്നിന്.
അങ്ങനെയാണ് പിന്നെ ബ്രേക്കർ വാങ്ങി. പിന്നെ അടുത്തത് പിന്നെ ട്രിപ്പർ ലോറികളും മറ്റുള്ളതും മണ്ണും കല്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള നിലക്ക് തിരുമ്പോഴാണ് കോറികളൊക്കെ പിന്നെ ലൈസൻസ് കിട്ടാതെ മുടങ്ങിക്കിടന്ന് ഞങ്ങളുടെ അടുത്തുള്ള കോറികളൊക്കെ മുടങ്ങിക്കിടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വളരെ പ്രയാസമായി. കാരണം ചില വണ്ടികൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അടക്കാൻ പറ്റാതെ വീണ്ടും ഇങ്ങനെ ഗൾഫിലേക്ക് പോകും. അതന്നെ അവിടെ നിന്ന് കുറെ കടങ്ങൾ ഇവിടെ വീട്ടും. ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കാശ് ഇറക്കിങ്ങാണ്ട് പിന്നെ കാശുണ്ടാക്കൽ ബുദ്ധിയല്ല, കാശ് ഇറക്കാതെ എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുക എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാണ്ടായ കാരണം അതാണ്. കാരണം ഓൾറെഡി ഞാൻ ഇതൊക്കെ ചെയ്തു വരികയാണ്. അതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ നേരത്തെ ചോദിച്ചെടുത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. പിന്നെ സത്യത്തില് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂന്നാം ക്ലാസ് വരയ്ക്കാണ് പുതിയ പുസ്തകങ്ങൾ വരെ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ ഞാൻ 3ൽ അടിക്കുമ്പോൾ 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നാലിൽക്ക് ഞാൻ ജയിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് പുതിയ പുസ്തകം വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോ ഈ രണ്ടാമത് പിന്നെ ജയിക്കുന്ന കുട്ടികളുണ്ടാവും, 4, 5 ജയിക്കുന്ന കുട്ടികളുണ്ടാവും. അവരുടെ പുസ്തകം വാങ്ങുമ്പോൾ പകുതി പൈസക്ക് പിന്നെ കൊടുത്താൽ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് എങ്ങനെ 4ഉം 5ഉം കഴിഞ്ഞു 6ഉം 7ാം ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ ജയിച്ചു. പക്ഷെ 8ാം ക്ലാസ് വരെ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ഒരു കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ പുസ്തകം വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടിട്ടാണ് 8ൽ നിർത്തിയത്. അപ്പൊ പണത്തിന്റെ വാല്യൂ, ക്യാഷിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് വളരെ ചെറുപ്പം മുതലേ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ഹംസ സർ അല്ലെ. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി കയറി വന്ന ആൾക്കാർ, വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടും പണത്തിന്റെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കാരണം ജീവിതത്തിൽ വളരെയധികം ഫെയിലായി പോയ ആൾക്കാർ നമുക്കറിയാം. ഒറ്റ റീസൺ ആണ് ഇതിന്റെ വാല്യൂ എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യെസ്, വെറുതെ അല്ല, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു മേഖലയല്ല എന്ന് എപ്പോഴും പറയണ കേൾക്കാം ലീഡേഴ്സ്. ഇതാണ് അത്. എല്ലാവരും ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് ഹംസ സർ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ആ വേദനയുടെ റിസൾട്ട് അല്ലെ നമ്മൾക്ക് പല സമയത്ത് ഉണ്ടാവുന്നതിന്റെ ആൻസർ ആയിട്ട് തന്നെയാണ് ഈ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളത് എനിക്കും ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഹംസ സാറെ ചോദിക്കാനുള്ളത്, യെസ്, ചെറിയൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അത് സന്തോഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. അതായത് എന്തൊക്കെ എന്നിട്ട് എടുത്ത തീരുമാനം, ഈ ബിസിനസ് ചെയ്യണം എന്ന് എടുത്ത തീരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഈ ബിസിനസ്സിൽ എന്നിട്ട് എന്തൊക്കെ നേടി, അച്ചീവ്മെന്റുകൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. യെസ്. ഓക്കെ. അതിന് മുന്നേ ഞാൻ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഒരുത്തൻ ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, രണ്ടാമത്തെ IT പഠിക്കുന്നുണ്ട്, മൂന്നാമത്തെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അങ്ങനെ അവർക്കൊക്കെ നല്ല സ്വകാര്യത്തോടു കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അച്ചീവ്മെന്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് സത്യം പറയുകയാണെങ്കിൽ വണ്ടി, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, മൊബൈലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അതൊന്നും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അല്ല ഞാൻ കാണുന്നത്. അതിനെക്കാട്ടും വലിയൊരു അച്ചീവ്മെന്റ് ഇത്രയും ആളുകളുടെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ നടന്നു പോകുമ്പോൾ താഴത്തേക്ക് നോക്കിയിട്ടാണ് നടന്നു പോകുക. ഒരാളായിട്ട് അങ്ങനെ സംസാരിക്കും കാര്യങ്ങളൊന്നും ചെയ്യലില്ല. നടന്നു പോകുകയാണെങ്കിൽ ഇപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, പിന്നെ എൻ്റെ എന്തെങ്കിലും കൊഞ്ഞു പോയിക്കണോ ചോദിക്കും. കാരണം അത്രയ്ക്ക് സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ് കുറച്ച് ആളുകളുടെ മുന്നിൽ സംസാരിക്കുക എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദർസിൽ പഠിക്കുന്ന സമയത്ത് ഈ ദർസിലൊരു ഇതുണ്ട്, ഓരോ വെള്ളിയാഴ്ചയും എവിടെയെങ്കിലും പള്ളിക്കലൊക്കെ പോയിട്ട് പ്രസംഗിക്കണം. പ്രസംഗിച്ചു കഴിഞ്ഞാലാണ്, അതായത് സംസാരിച്ചിട്ടുള്ള ആ ഒരു മടി തീർത്ത് പ്രസംഗിച്ചു വരണം. അപ്പൊ ഞാൻ അതിൽ നിന്ന് മെല്ലെ മാറി നിൽക്കലാണ്. ഒരു ദിവസം എൻ്റെ ഉസ്താദ് എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ച ഒരു പിന്നെ പള്ളിയിൽ അദ്ദേഹം പോയപ്പോ അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു കുട്ടി അടുത്ത ആഴ്ച വരും, അപ്പൊ അവനക്ക് കൂടെ സംസാരിക്കാനുള്ളൊരു ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അത് പറഞ്ഞു പോകുന്നു. ഞാനിവിടെ വന്ന് പിന്നെ എന്നോട് പറഞ്ഞു, ഇന്ന പള്ളിക്ക് പോയിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഏതായാലും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്, എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് സംസാരിച്ചോളൂ, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതെ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്, ഏതായാലും ഉസ്താദ് ഏൽപ്പിച്ചതല്ലേ, ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല എന്ന് കരുതി കണ്ട് ഞാൻ പോയി. അത് ഭയങ്കര രസമാണ്. ഞാൻ ഉസ്താദ് ഇറങ്ങിയ ദർസ ആയത് കൊണ്ടിട്ട് ഉസ്താദിന്റെ ഒരു ശിഷ്യൻ വരുന്ന കൊണ്ടിട്ട് അവിടുത്തെ മുക്കറി ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയും ചെയ്തു, അങ്ങനെ മുസ്തഫ സക്കാഫി സാറിന്റെ ഒരു ശിഷ്യൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടിപൊളി വായന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ വർണ്ണിച്ചപ്പോൾ തന്നെ എന്റെ കാലിന്റെ മുട്ടൊക്കെ അങ്ങനെ വറക്കൽ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണം, ഇനിയിപ്പോ അതിന് പിന്മാറാനൊന്നും പറ്റില്ല, പള്ളിക്ക് അങ്ങനെ പോയി കുത്തിരുന്നു, ഇതിങ്ങനെ കേട്ടുകൊണ്ട് ഞാൻ ആകെ അങ്ങനെ വറക്കാൻ തുടങ്ങി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ഇയാൾ വർണ്ണിച്ചു,
എന്നെ വിളിച്ചപ്പോ സത്യത്തില് ഞാനൊരു വിറച്ചിങ്ങാണ്ട് തന്നെയാണ് പോയിട്ടുണ്ടാകുക. അങ്ങനെ പോയി ഇന്നത്തെ മൈക്ക് പറയല്ല, ഇങ്ങനെ മൈക്കൊക്കെ ഒരു പിന്നെ കമ്പി ഇതുമേ വെച്ചിട്ടില്ലല്ലേ. സത്യം പറയണെങ്കിൽ നമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് അങ്ങനെ നിന്നു. ഞാൻ എഴുതിണ്ടാക്കിയ ഒരു പ്രസംഗം ഉണ്ടാവുമല്ലോ, ഇന്നിപ്പോ നബിതരത്തിലൊക്കെ കുട്ടികൾ ചില പ്രസംഗം പറയുന്നുണ്ട്, അതേപോലെ ആ ഒരു പ്രസംഗം ഇതുമ പിടിച്ചപ്പോ എനിക്ക് ഈ മൈക്കിന്റെ മുമ്പിൽ കൊണ്ട് നിന്നപ്പോ സത്യം പറയുകയാണെങ്കിൽ എന്റെ കാൽമുട്ടൊക്കെ ഇങ്ങനെ അടിക്കണം. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പറയലുള്ളൂ, ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാൽമുട്ടൊക്കെ ഇങ്ങനെ അടിക്കൽ തുടങ്ങി. അതേപോലെ തൊണ്ടൊക്കെ തൊണ്ടയിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല. ആ ഹൗദിലെ വെള്ളം മുഴുവൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കുടിച്ചു നിർക്കും. അത്രയ്ക്ക് ദാഹമൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങി. ഞാൻ പഠിച്ച ആ ഒരു എഴുതിണ്ടാക്കി പഠിച്ച ആ ഒരൊറ്റ വയത് അത് ഒരൊറ്റ സാഹസത്തിൽ അങ്ങോട്ട് വിട്ടു. മറ്റേ അലിസാർ പറഞ്ഞതുപോലെ അസ്സലാം വലൈക്കും കലണ്ടർ വേണം, വലൈക്കും അസ്സലാം കലണ്ടർ വേണ്ട പറഞ്ഞ പോലെ അതേപോലെ അടിച്ച് മിന്നി വിട്ടു. അപ്പൊ പഴയ പള്ളിയാണല്ലോ, ഈ പഴയ പള്ളിയിൽ നിന്ന് പിന്നെ മോളിൽ നിന്ന് വരുന്ന കുറെ കുട്ടികളുണ്ട്. വയല് ഇത് പ്രസംഗമൊക്കെ ഭയങ്കരമായിട്ട് സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മുക്രി. ഇപ്പൊ അത് കേൾക്കാൻ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ചിലരെ കാണുമ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇരിക്കാൻ അങ്ങനെ പോകുകയാണ്. അപ്പോഴത്തേന്റെ വയത് കഴിഞ്ഞു. ഞാനിങ്ങനെ നോക്കുമ്പോൾ പലരും പല പൊസിഷനിലാണ്. ചിലർ ഇരിക്കാൻ അങ്ങനെ പോകുന്നു, മുട്ട് കുത്തിയിട്ടുണ്ട്. ചിലർ ഇങ്ങനെ ഇരിക്കാൻ കുനിയുന്നുണ്ട്. ചിലർ ഇരുന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല, അത്യാവശ്യം ഇരിക്കണ പോലെ ആകണുള്ളൂ. ആ രീതിയിൽ പല രീതിയിലുള്ള ചെറുക്കന്മാരെ ആളുകളൊക്കെ ഞങ്ങൾ കാണാം. അപ്പൊ അവരിന്നെ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കി. സത്യം പറയുകയാണെങ്കിൽ ഞാനും വളരെ ദയനീയ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങനെ നോക്കി. അങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കീനോട്ട് സ്പീച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ്. രണ്ടാമത്തെ ഒരു അച്ചീവ്മെന്റ്, ഞാൻ ഗൾഫിൽ പോയി 28 വർഷം ഗൾഫിലിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഏകദേശം ഒരു 5-6 വർഷമുള്ളൂ എനിക്ക് അവിടെ നിൽക്കാൻ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇവിടെ ഓരോ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പക്ഷേ പരാജയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഇൻഡസ്ട്രി എനിക്ക് കയ്യിൽ കിട്ടി. ഇവിടെ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ഗൾഫ് 6 മാസം ലീവിൽ വന്നിട്ടാണ് ഒഴിവാക്കിയത്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം 10-20 വർഷമായിട്ട് ഗൾഫ് മേഖല നിർത്താൻ കഴിയാത്തത്, ഇൻഡസ്ട്രി കൊണ്ട് നിർത്താൻ കഴിഞ്ഞത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കാര്യം. ഒരുപാട് വിദ്യാഭ്യാസം എനിക്ക് വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വരെ കാരണം എനിക്കൊരു സ്റ്റാറ്റസ് പോലും കൂടി ഇടാൻ കഴിയില്ല. അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് എങ്ങനെ ഇടാന്ന് പോലും കൂടി ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ എനിക്ക് അറിഞ്ഞില്ല. റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ ആ ഒരു നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ഒരു നോളജ് അതെനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ലാപ്പ് ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, മൊബൈലുകളാകട്ടെ, ഇതിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. തന്നെയല്ല ഒരുപാട് നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റുകളാണ് ഈ 3 അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ് അടിപൊളി. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുക അല്ലെ. അവർക്ക് ഉണ്ടാവുന്ന ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാം, അത് അവരുടെ രീതിയിൽ അവർക്ക് വലുതായിരിക്കും, പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഇപ്പൊ ഹംസ സാറേ നിങ്ങൾ പറഞ്ഞ ഒരാളോടും മിണ്ടാത്ത നിലത്ത് നോക്കി നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇൻട്രോവർട്ട് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഈ പുതിയ ജനറേഷൻ. അത് തന്നെയാണ് സംഭവം. പണ്ടുണ്ട് ഇൻട്രോകൾ. ഓക്കെ, ഇൻട്രോവർട്ട് ആണ് ഞാൻ, ഇൻട്രോവർട്ട് ആണ് ഞാൻ, ഇൻട്രോവർട്ട് ആണെന്ന് പറയുവര്. ഓക്കെ, അപ്പൊ ഇൻട്രോവർട്ടിൽ നിന്നും എക്സ്ട്രോവർട്ട് ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ ബിസിനസ് ഒന്ന് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി ഒരു എക്സ്ട്രോവർട്ട് ആയിട്ടും പെർഫോമർ ആയിട്ടും മാറുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. വർഷങ്ങളോളമുള്ള പ്രവാസം അവസാനിപ്പിച്ച് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം അല്ലെ നാട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അച്ചീവ്മെന്റ് അല്ല, ഒരു രക്ഷയില്ല. റിയലി പ്രൗഡ് ഓഫ് യു. പിന്നെ അപ്ഡേറ്റ് ആവുക എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ശേഷം ഈ ഒരു ജനറേഷന്റെ കൂടെ അപ്ഡേഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതും ചെറിയ അച്ചീവ്മെന്റ് അല്ല. ഒരു രക്ഷയില്ല ഹംസ സർ, സൂപ്പർ. യെസ്, ഇനി ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പുതിയ ജനറേഷനും ഒക്കെ വളരെയധികം ഇൻസ്പയർ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്തൊക്കെ സ്ട്രഗിൾസ് നേരിട്ടു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ബിസിനസ്സിലൂടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ? സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ വലിയൊരു സ്ട്രഗ്ലിംഗ് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലർക്കും പല സ്ട്രഗ്ലിംഗ് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും ആദ്യമായിട്ട് ഇൻഡസ്ട്രി ചെയ്യുന്ന ആളുകളായതുകൊണ്ടിട്ടായിരിക്കും അവർക്ക് ഇതൊരു സ്ട്രഗ്ലിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതൽക്ക് തന്നെ പല മേഖലകളും ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിലൊന്നും അതിനെക്കാട്ടിലും വലിയൊരു ബുദ്ധിമുട്ട് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ പുതിയ ആളുകൾ വരുമ്പോ ഇപ്പൊ ഞാൻ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പല സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ JCB കാറ്റിങ്ങനെ മില്ല് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. JCB ഒക്കെ വാങ്ങിയ സമയത്ത് മോഹൻലാലിന്റെ ഒരു വരവേൽപ്പ് പറഞ്ഞ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതില് അദ്ദേഹം ബസ് മുതലാളിയായിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന രംഗം, ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ബസ് വാങ്ങുന്നു, എന്നിട്ട് ആ ബസ്സിന്റെ പിന്നാലെ കാർ എടുത്തിട്ട് ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തുടക്കത്തിൽ എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല. പക്ഷെ പലരും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ജോലിക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ തോന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാട്ട് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ തീയിൽ മുളച്ചൊന്നും വെയിലത്ത് പാടില്ല എന്നുള്ളത്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പല മേഖലകളും ചെയ്ത കാരണത്താലും പല കമ്പനികളിലും പല ബിസിനസ്സും പല ആളുകളായിട്ട് ഇപ്പൊ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്, ഒരു മലയാളികൾ മാത്രമല്ല അവിടെ. അപ്പൊ ഇതൊക്കെയും അനുഭവിച്ച് കുറെ കാലം യമനിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ കടന്നുറങ്ങിയിരുന്നത് വരെ. അപ്പൊ ഇതൊക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ് പറഞ്ഞ സ്വർഗീയ ബിസിനസ്സാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത്രയ്ക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടെ എൻജോയ് ചെയ്ത് കണ്ട് പിന്നെ സ്ട്രഗ്ലിങ് പറഞ്ഞാൽ ചില ബിസിനസ്സിൽ കുറച്ച് ഡൗൺ ആവും, കുറച്ച് കൂടി വരും. അതൊന്നും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. ഞാൻ ഇതിലൊരു സ്ട്രഗ്ലിംഗ് ആയിട്ട് കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. യെസ്, ഇൻസ്പയറിംഗ് ആൻസർ. ഇതുപോലെ എന്തൊക്കെ സ്ട്രഗിൾസ് നേരിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ഇന്നേ വരെ കിട്ടിയിട്ടില്ല അല്ലെ? ആണോ അല്ലെ? പുറത്ത് കുറച്ച് മേഖലകൾ ചെയ്ത ആൾക്കാർക്ക് ഈ ബിസിനസ് വളരെ സിമ്പിൾ ആണ് എന്നാണ് അംസ സർ പറയുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി. യെസ്, അതേപോലെ അംസ സാറെ ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ? ഒരു പോയിന്റ്, എനിക്കൊരു പോയിന്റ് ഉണ്ട്, അതേപോലെ ഒരു പോയിന്റ് ഉണ്ടാവും ഈ ബിസിനസ് അങ്ങേയറ്റം അങ്ങോട്ട് സ്ട്രൈക്ക് ആവാൻ. ഇനി ഇതാണ് എന്റെ ഫ്യൂച്ചർ, ഇനി ഇതാണ് എന്റെ ജീവിതം എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന ആ ഒരു സമയം ഏതായിരുന്നു? ആ സമയം, അതായത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയ ഈ ഒരു ബിസിനസ് വളരെയധികം സ്ട്രൈക്ക് ആയ ഒരു പോയിന്റ് ഏതായിരുന്നു? ഞാൻ പിന്നെ ഗൾഫിലാവുന്ന സമയത്ത് എനിക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഒക്കെ ഡിജിറ്റലായിട്ടുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ജീവൻ സാറിന്റെ ഒരു RTP ഡിജിറ്റലായിട്ട് നടന്നു. എൻ്റെ ഒരു അപ്ലൈൻ ലീഡർ ഉണ്ടായിരുന്നു, ജസീർ സാർ എന്ന് പറയും. അദ്ദേഹം എന്നോട് വന്നിട്ട് പറയും, ഈ ഇങ്ങനെ RTP പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വേറില്ല, നമ്മൾ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ ഇതിനെങ്ങനെ പറ്റി പറയും. പക്ഷെ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് സ്റ്റാർ ആയിട്ടില്ല, സ്റ്റാർ 50 ആയിട്ടില്ല. അപ്പൊ അന്ന് സ്റ്റാർ 50 ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ പിന്നെ RTP ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ പൈസ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് RTP അറ്റൻഡ് ചെയ്യണം, അതിന് എന്താ വേണ്ടത്, ഇന്ത്യൻ പേര് കൊടുത്തോളി പറഞ്ഞു. ഞാൻ കരുതിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം എന്ത് ചെയ്യേണ്ടി വരും, മില്ല് പൂട്ടേണ്ടി വരും. അത് പ്രശ്നമല്ല, പൂട്ടിയാലും വേണ്ടില്ല, അത്ര വലിയൊരു സംഗതി ആണെങ്കിൽ അതൊന്ന് കേൾക്കാലോ എന്ന് കരുതിങ്ങാണ്ട് എന്നിട്ട് ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്റ്റാർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും കിട്ടൂല, സ്റ്റാർ 50 ആയിട്ടുള്ള ആളുകൾക്ക് ആക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റാർട്ടപ്പ് ആകാൻ എന്താ വേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റ് ഓരോ പിന്നെ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യണം, അത് പഴയ ക്രൈറ്റീരിയയാണ്, സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്നത്തെ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മുടെ റൈറ്റ് ടു ലെഫ്റ്റ് ഓരോ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരെ റൈറ്റ് ടു ലെഫ്റ്റ് ഓരോ ഒരാളുകളെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർ സ്റ്റാർ ആകുക. ഇങ്ങനെ രണ്ട് പുറത്ത് നമ്മുടെ റൈറ്റ് ടു ലെഫ്റ്റ് ഓരോ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ റൈറ്റിൽ കിടക്കുന്ന എൻ്റെ മോനാണ്, ലെഫ്റ്റിൽ കിടക്കുന്ന വേറൊരുത്തനാണ്. ഇവർ ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും സ്റ്റാർട്ടപ്പ് ആകാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലായി. ഞാൻ ഒരുങ്ങി തയ്യാറായി. പിന്നെ എനിക്ക് ഈ RTP അതിന് അധികം ദിവസമല്ല, 11 ദിവസമേ ഉള്ളൂ. അതാ അതിന് വലിയ രസം. 11 ദിവസത്തിന്റെ ഉള്ളിൽ RTP അറ്റൻഡ് ചെയ്യണം, അതിന് സ്റ്റാർട്ട് 50 ആവണം. ഇതിന്റെ റൈറ്റും ലെഫ്റ്റും കിടക്കുന്ന ഇവര് രണ്ടുപേരാണ്. അപ്പൊ ഞാൻ നന്നായി ഒരുങ്ങി പിന്നെ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് 50 ആയി, 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് 50 ആയി. അതിന്റെ പുറത്ത് ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ ആയി. ഇതൊക്കെ ആ ഒരു 15 ദിവസം കൊണ്ട് നടന്നതാണ്. അങ്ങനെ ഞാൻ RTP അറ്റൻഡ് ചെയ്തു. RTP അറ്റൻഡ് ചെയ്തു. ഡിജിറ്റൽ ആയതിന്റെ പേരിൽ നമുക്ക് ഇടയ്ക്ക് ഇത് കട്ടായിട്ടും ഇതായിട്ടൊക്കെ ഇങ്ങനെ പോകും. എന്നാലും ഭയങ്കരമായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി, നമ്മൾ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ജീവൻ സാറിന്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഇൻസ്പയറും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അവിടുന്ന് ഞാൻ നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്നിട്ട് എൻ്റെ എല്ലാ പിന്നെ ക്ലാസ്സുകളൊക്കെ ഒരു ഓരോന്ന് പ്രകാരമല്ല. ഞാൻ ആദ്യം LTP അറ്റൻഡ് ചെയ്തു, പിന്നെ ലീഡ് യു അറ്റൻഡ് ചെയ്തു. അപ്പൊ ലീഡ് യു അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ അലിസാർ എന്നോട് ചോദിച്ചു, RTP അറ്റൻഡ് ചെയ്തിക്കണോ ചോദിച്ചു. നാട്ടിൽ വന്നതിന് ശേഷം. അല്ല, RTP അറ്റൻഡ് ചെയ്തിട്ടില്ല, RTP ഡിജിറ്റൽ അല്ല, ഫിസിക്കലായിട്ട് അറ്റൻഡ് ചെയ്തിക്കണോ ചോദിച്ചു. ഫിസിക്കലായിട്ട് അറ്റൻഡ് എന്നാൽ ആദ്യം അത് ചെയ്യണം എന്നാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ പേരൊക്കെ കൊടുത്ത് പിന്നെ RTP അറ്റൻഡ് ചെയ്യാൻ പോയി. RTP ഞാൻ പറഞ്ഞല്ലോ 6 മാസത്തെ ലീവിൽ നാട്ടിൽ വന്നതാണെന്ന്. RTP അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ചെയ്തിരുന്ന എൻ്റെ 28 വർഷമൊക്കെ വെറുതെ പോയി എന്നുള്ളത് മനസ്സിലാക്കിയത്. കാരണം ഇവിടെ അല്ല, ഇതല്ല എൻ്റെ കഴിവുകൾ എന്താണെന്നുള്ളതും ആ കഴിവുകൾ വെച്ചിങ്ങാണ്ട് ചെയ്യാൻ പറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിട്ടുള്ളതും എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒക്കെ സത്യം പറയുകയാണെങ്കിൽ 28 വർഷം ഗൾഫിൽ നിന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനൊക്കെ ഒരു വട്ടം കൊണ്ടുപോയിക്കണു, കുട്ടികളെ 2 വട്ടം കൊണ്ടുപോയിക്കണു, കുട്ടികളും വൈഫിനൊക്കെ ഗൾഫിൽ കൊണ്ടുപോയിക്കണു. എന്നിരുന്നാലും കൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ നിന്നിട്ടുണ്ടാവുന്നില്ല. പക്ഷെ അത് നിന്ന് അവിടുത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അത് വേറൊരു ഇതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താണെന്നുള്ളത്, നമ്മൾക്ക് എന്തൊക്കെ ഈ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് ബോധ്യമായപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം എടുത്തതാണ്, ഇനി ഗൾഫിലേക്ക് പോണില്ല എന്നുള്ളത്. ഒരു നല്ലൊരു തീരുമാനം എടുത്തത് അവിടെ വെച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. ഞാൻ 6 മാസത്തെ ലീവിന് വന്നത് തന്നെയാണ്, പോകണം എന്നുള്ള രീതിയിൽ തന്നെ വന്നിരുന്നത്, അവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാന്നുള്ളത്. പക്ഷെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത് ഈ RTP നിന്നാണ്. അപ്പൊ RTP നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന നമ്മളൊന്നും അല്ല RTP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്
നല്ല തീരുമാനങ്ങളും. കാരണം ഞാൻ എന്നിട്ട് RTP അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, 28 വർഷം എന്റെ പട്ടി നോക്കി, ഇനി ഒരു പട്ടിക്കും നക്കാൻ കൊടുക്കൂല എന്ന്. അത് RTP അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം കിട്ടിയതാ. ഓക്കെ, യെസ് യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെ അല്ലെ RTP. ഹംസ സാറിനും ലൈഫിൽ ഒരു വലിയ മാറ്റം ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ പറ്റിയതും ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റിയതും അത് RTP പ്രോഗ്രാമിൽ നിന്നാണ്. ഒരു രക്ഷയില്ല. യെസ്, വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഹംസ സാറെ, പുതിയതായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹംസ സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്നും കൊടുക്കാനുള്ള കുറച്ച് ഉപദേശങ്ങൾ, എന്തെങ്കിലും ഒരു ഉപദേശം എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞു കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ്. ഒന്നാമത്തെ പറയാനുള്ളത്, ഇപ്പൊ പുതിയ ആളുകൾക്ക് വന്നവർക്കൊക്കെ പലജാതി ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ കാര്യം തുടക്കത്തിൽ പറയുന്നത്, ജീവിതത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു അവസരത്തിന്റെ പ്ലാറ്റ്ഫോമാണ് കിട്ടിയിട്ടുള്ളത്. അത് എങ്ങനെ യൂസ് ചെയ്യണം, യൂസ് ചെയ്യുന്നിടത്താണ് അതിന്റെ വിജയവും പരാജയവും ഒക്കെ കിടക്കുന്നത്. ഒന്ന്, നമ്മുടെ അപ്ലൈൻ ലീഡറിന്റെ മുന്നിൽ ഒരു പൊട്ടനാവുക. ഞാനൊരു കടുംപൊട്ടനായിരുന്നു. അതുകൊണ്ട് കുറെ ആളുകളുടെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ പല നോളജിന്റെ ആളുകളൊക്കെ, പിന്നെ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ മുമ്പിലിരിക്കുന്ന ആളുകൾ, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പല വിദ്യാഭ്യാസപരമായിട്ട് വിജയിച്ച ആളുകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ആരാണെന്നുണ്ടെങ്കിലും അയാളുടെ മുന്നിൽ ഒരു പൊട്ടനാകുക, ഒരുപാട് നോളജ് നിങ്ങൾക്ക് അയാളിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ തീർത്തുകൊണ്ട്, സാറ് ഞാൻ അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ചിലപ്പോൾ ഒരു ദിവസമാക്കാൻ, 2 ദിവസത്തിന്റെ ഉള്ളിലാക്കാൻ. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് എത്രയും വേഗതയിൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. എനിക്ക് 3 മണിക്കൂർ പിന്നെ രാത്രി ഞാൻ ഉറക്കൊഴിച്ച് കണ്ടാണ് ഗൾഫിൽ നിന്ന് പൈസ സാറായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ സാർ എന്തെങ്കിലും ഒരു കാര്യം തരുന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചിരുന്നു, ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവരിൽ നിങ്ങൾക്കൊരു വിശ്വാസം, നിങ്ങളിൽ അവർക്കൊരു വിശ്വാസം, സ്നേഹം ഉണ്ടാക്കുക. എപ്പോഴും നമ്മുടെ അപ്ലൈൻ ലീഡറിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആ അപ്ലൈൻ ലീഡർ നമ്മളിലും അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾക്ക്, ഇദ്ദേഹം എന്റെ കൂടെ ഉണ്ടാകും, ഇദ്ദേഹത്തിന് ഞാൻ എടുക്കുന്ന എഫേർട്ടുകൾ വെറുതെ ആകൂല എന്ന് ആർക്ക് തോന്നണം? നമ്മുടെ അപ്ലൈൻ ലീഡറിന് തോന്നണം. അതേപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിലും ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരം വളരെ പിന്നെ നാടൻ, ഇപ്പോഴും വലിയ ഫോറിൻ ആണെന്നല്ല പറഞ്ഞത് കേട്ടോ. മാറ്റങ്ങൾ കൊണ്ടുവരണം. വസ്ത്രത്തിലായിക്കണം, സംസാരത്തിലായിക്കോട്ടെ, നടത്തത്തിലായിക്കോട്ടെ, ഇരുത്തത്തിലായിക്കോട്ടെ, എവിടെ നമ്മൾ എന്ത് ചെയ്യണം? നിലവിൽ നമ്മൾ കഴിഞ്ഞു പോയ ഒരാളായിരുന്നു, അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഈ മാറ്റങ്ങൾ എന്ത് പറഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മാറ്റങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ 607 എനിക്കൊരു സംഭവം ഉണ്ടാകുകയുണ്ടായി. ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തോട് ആരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രീനെ കുറിച്ച് പറഞ്ഞു, എന്റെ നാട്ടുകാരനാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ 3 ജ്യേഷ്ഠന്മാരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്ന് കാണണം സക്ക, എനിക്ക് നിങ്ങളൊന്ന് കാണണം വെച്ചാൽ. എന്തിനാ വെച്ചു? നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആയിക്കോട്ടെ, നിങ്ങൾ വന്നോളി പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു 11:30 മണിയൊക്കെ ആവും അതുകൊണ്ട് വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ ഒന്ന് വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു. ഞാൻ ഇവിടെ ഇരുന്നു. എൻ്റെ ചെറിയൊരു ഓഫീസ് റൂം ഉണ്ട്, ഇരുന്നിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്നെ 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങളാണല്ലോ ഇതിൽ കൂടുതലായിട്ട് ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്, നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഞാനിങ്ങനെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ ഇന്നെ നല്ലൊരു പൊസിഷനിൽ നിങ്ങളെടുത്ത് വന്നാൽ ഇടും എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടിട്ടാണ് നിങ്ങളെടുത്ത് വന്നതാണ്. അപ്പൊ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരസ്യം ചെയ്യണം. അദ്ദേഹത്തെ അവിടെ തന്നെ ഇരുന്ന് ഐഡിയ അടിച്ചു. പിന്നെ 300 രൂപയ്ക്ക് പർച്ചേസും നടന്നു. എന്നിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോ ഈ നമ്മളിലുള്ള മാറ്റങ്ങൾ ഒരുപാട് ആളുകൾ നോക്കിക്കാണും. അപ്പൊ ആ മാറ്റങ്ങളിലൂടെ നമുക്ക് ഒരുപാട് എൻക്വയറി വരും. അപ്പൊ മാറ്റങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ ലോക്കല് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ, ഞാൻ സാധാരണ ഇപ്പൊ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എന്റെ കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അവിടുന്ന് ട്രെയിൻ കയറില്ല, ബസ്സിൽ ഞാൻ യാത്ര ചെയ്യില്ല. ഇതൊക്കെ RK രാജേഷ്കുമാർ സാറിന്റെ, ഡിംപിൾ മാഡത്തിന്റെ ഒരു ഇതിന് കുറെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയ ഷൂട്ടിലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ലോക്കൽ ബസ്സിലും ബസ്സിലും യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടാവും, മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. അതേപോലെ തന്നെ ഏത് മേഖല ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇൻഡസ്ട്രി അല്ലാത്തതായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന മേഖല എപ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കതൊരു ബോറടി ആയിട്ട് മാറും. ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ഏത് മേഖല ചെയ്യുകയാണെങ്കിൽ ആ മേഖലയിൽ നമ്മൾ ഇഴകിച്ചേരണം. അതാ ഇഷ്ടപ്പെട്ട് ചെയ്യാനാണ്. ഡു വാട്ട് യു ഡു ആൻഡ് വിത്ത് ആൾ യുവർ ഹാർട്ട് ഗിവ് സെൽഫ് ഇറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് എനിക്ക് ഓർമ്മ വരിക. അതായത് നമ്മൾ അത് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുക, എന്നിട്ട് അതിന് വേണ്ട പൂർണ്ണമായിട്ടുള്ള വർക്കും കാര്യങ്ങളും നമ്മൾക്ക് അതിലേക്ക് കൊടുക്കുമ്പോൾ അതിന് റിസൾട്ടായിട്ട് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ
ഈ ബിസിനസ്സുകാരായിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ കുറെ മേഖലകൾ ചെയ്തുകൊണ്ട് പറയാണ് ഡെവൻ മെന്റാലിറ്റി എന്ന് പറയും. അതായത് നമുക്ക് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സീരിയസ് ആക്കാറ്. കാരണം ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ഇപ്പൊ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JCBന്റെ പിന്നാലെ കാറായിട്ട് ഇങ്ങനെ പോകിയിരുന്നു. ചിലപ്പോൾ 3000 റുപ്യൊക്കെ കിട്ടുക, പക്ഷെ അതിന്റെ കാറിന് എണ്ണടിക്കാനുള്ള പൈസ ആയിട്ടൊക്കെ വരല്. ഓപ്പറേറ്ററിനും ഇതിനും കൊടുക്കാം, പിന്നെ കാശ് വെക്കുന്നുണ്ട്. പക്ഷെ അതൊരു സീരിയസ് ആണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുക. പിന്നെ അത് കുറച്ച് വർക്കുകൾക്കും ഇതിൽക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സീരിയസ്നെസ് പോകും. അപ്പൊ ഡേ മെന്റാലിറ്റി നമ്മൾ ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സീരിയസ്. നിങ്ങൾ ഒരു സംരംഭം തുടങ്ങി അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ കയറി നിന്നു, തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെയാണോ സീരിയസ് ആയിട്ട് ചെയ്തത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. ഈ സീരിയസ് കുറവ് വരുന്നുണ്ടോ, അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് ഒരിക്കലും താഴത്തേക്ക് വരാതെ അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്നു, ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഇനി വേറെ ഏത് മേഖല ആയിക്കോട്ടെ, വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ നിർബന്ധമാണ്, കാരണം ഇതിന്റെ ബോസും ചെയ്യുന്ന ആളും നമ്മൾ തന്നെയാണ്, വേറെ ആളില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ഒരു ഷെഡ്യൂൾ വേണം. കൃത്യമായിട്ടുള്ള നാളെ ചെയ്യേണ്ട കാര്യം ചിലർ ഒരാഴ്ചക്ക് ഉണ്ടാക്കി വെക്കും. നാളെ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ഷെഡ്യൂൾ വേണം. ഒരു ഷെഡ്യൂളിന് എത്ര വാല്യൂ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന്റെ മുന്നേ തന്നെ നാളത്തുള്ള വർക്ക് എഴുതി വെച്ചിട്ടേ നമ്മൾ കിടക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മൾ ആ വർക്ക് ചെയ്യും. ഒരു ചിലപ്പോൾ തുടക്കക്കാർക്ക് 1-2 വർക്കൊക്കെ എഴുതിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 5 വർക്കിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 5 ദിവസം നമുക്കുണ്ട്. മറ്റുള്ള സാറ്റർഡേ നമുക്ക് ട്രെയിനിങ് ഡേ ആയിട്ട് പോകും, വെള്ളിയാഴ്ച നമുക്ക് ഫ്രീ ആണ്, അങ്ങനെ ആയിട്ട് പോകും. അപ്പൊ ഈ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 5 ദിവസം ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ഓരോ ദിവസം ഷെഡ്യൂൾ ഒരു 5 ഷെഡ്യൂളിലേക്ക് 5 വർക്കിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 25 വർക്ക് കിട്ടും. ഒരു മന്തിൽ നമുക്ക് 100 വർക്ക് കിട്ടും. എങ്ങനെയായാലും 100 വർക്കിന് 20 വർക്കിന് റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലും 5 വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് കിട്ടാത്തത്. ഇനി നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഓരോ ആളുകൾ വന്നു നോക്കുക, ഈ 2 ആളുകൾ വന്നു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ലെവൽ, ഈ ഷെഡ്യൂൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മന്ത്ലി 500 വർക്ക് ഉണ്ടാവും. 500 വർക്കിൽ 100 വർക്കിന് നമുക്ക് എന്തുണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. അതായത് ഒരാഴ്ചയിൽ 25 വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. എല്ലാ ആഴ്ചയും വരുമാനം കിട്ടുന്ന രൂപത്തിലേക്ക് മാറാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു മോണിറ്ററിങ് നമുക്ക് വേണം എപ്പോഴും. തുടക്കക്കാരൻ നിലയ്ക്ക് ഞങ്ങൾ ആരിനെ മോണിറ്റർ ചെയ്യാന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. മോണിറ്റർ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം ഇതിന്റെ ബോസും നമ്മളാണ്, ഇതിന്റെ പണിക്കാരനും നമ്മളാണ്. അപ്പൊ ബോസ് എന്ന ഞാൻ, പണിക്കാരൻ എന്ന എന്നെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, അത് പോകുന്നുണ്ടോ, കൃത്യമായിട്ട് ആര് ചെയ്യണം, നമ്മൾ തന്നെ ബോസ് ആവുക. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ മോണിറ്റർ ചെയ്യുക. ഈ മോണിറ്റർ സിസ്റ്റം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ റൈറ്റും ലെഫ്റ്റും ആളുകൾ വരുമ്പോൾ അവരിലേക്ക് ഈ മോണിറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ മോണിറ്റർ അവർ എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ യോപ്പികളിൽ കയറുന്നിലേക്ക് കയറ്റുക. ഇത് ഒരു മോണിറ്റർ രീതിയിൽ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടീമാകാനും, പെട്ടെന്ന് വലിയ ടീമാകാനും ആ ടീമിലൂടെ ഈ മോണിറ്റർ, തുടക്കത്തിൽ നമുക്ക് ഈ മോണിറ്റർ കുറെ ആളുകൾ ഒരുമിച്ച് വന്നിട്ട് മോണിറ്ററിങ് നടത്തുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിട്ട് വരും. നേരെ മറിച്ച് തുടക്കത്തിൽ തന്നെ നമ്മളെ മോണിറ്റർ ചെയ്ത് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ളതൊക്കെ എത്ര ആൾ വന്നാലും ഈസി ആയിട്ട് പോകും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാഭ്യാസം ഒരു പ്രശ്നമില്ലാതെ കയറിപ്പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിമുട്ടിന്റെ കാര്യം, അത് നമ്മൾ പല മേഖലകളും ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നം. നമുക്ക് കിട്ടുന്ന മേഖല അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, അത് മറ്റു മേഖലകൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാ പറഞ്ഞത്, പല മേഖലകളും ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പല മേഖലകളും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ JCB ഇല്ല, കയറ്റില്ല, അതൊക്കെ വിറ്റു. കടം കൊണ്ട് മലങ്ങിയിട്ട് വിറ്റതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എന്തിനു വിറ്റതെന്നറിയാം, എനിക്ക് എൻ്റെ ടീം എവിടേക്ക് വിളിക്കുകയാണെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് JCBയും ക്യാറ്റും വിറ്റത്. കാരണം JCBയും ക്യാറ്റും ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാക്കാരം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലാക്കാരം. എൻ്റെ പാർട്ണർ വിളിക്കും, ഇന്ന് പോലീസ് സ്റ്റേഷനിലായിട്ട് വണ്ടികളൊന്ന് വരണമെന്ന് പറയും. അപ്പോൾ ടീമിന്റെ അടുക്ക് വർക്കിന് ചെയ്യുന്ന ദിവസമായിരിക്കും ഈ വിളി ഉണ്ടാകുക. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനുണ്ടായ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട്, ഈ പ്ലാറ്റ്ഫോമിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ, നിങ്ങൾ നമ്മുടെ ജീവൻ സാറിന്റെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, അവിടെ മേലക്ക് നോക്കണ്ട. ജീവൻ സാറിന് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ആളുകളാണല്ലോ. പുതിയ ആളുകൾ വന്നാലും, കാരണം ആ ഫോട്ടോകളെ 12 ആളുകളുടെ ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. ഇവരെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജീവൻ സാറ്, RK രാജേഷ് കുമാർ സാറ്, അതേപോലെ തന്നെ ഹാസിഖ് സാറ്, പിന്നെ മിഥിലാജ് സാറ്, ഈ പിന്നെ റാഷിദ് മുക്കം, ഇവരൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ കടമുണ്ടായിരുന്ന ആളുകളാണ്. ഒരുപാട് ഇപ്പൊ സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. ഇവരൊക്കെ കഴിച്ചിലായിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതിൽ കൂടെ വിജയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Oh, thank you, sir. Thank you so much. Such a wonderful session. ഒരുപാട് യൂസ്ഫുൾ ആയി